നമസ്കാരം. ഞാൻ ഇന്നിവിടെ ചെറുപയർ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയായിട്ട് ഉണ്ടാക്കുന്നത്. ഇത് ചോറിനും അതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തി, പുട്ട്, പിന്നെ അപ്പം എല്ലാത്തിനും ഉപയോഗിക്കാം കേട്ടോ. ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെറുപയർ എടുത്തിരിക്കുന്നത് ചെറിയൊരു ഗ്ലാസ് കേട്ടോ. ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറുപയർ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ അതിലേക്ക് ഇടുന്നത് 2 സവാളയാണ്. അത് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് 3 തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ 4 പച്ചമുളക് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1 ഉരുളൻകിഴങ്ങാണ് കേട്ടോ, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെള്ളം നോക്കട്ടെ. കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിത് അടയ്ക്കാം കേട്ടോ. അടച്ചിട്ട് ഞാനിത് അടുപ്പത്ത് വയ്ക്കുകയാണ്. അപ്പം നമ്മുടെ ഈ ചെറുപയറും ഉരുളൻകിഴങ്ങ് തക്കാളിയൊക്കെ നന്നായി വെന്തുണ്ട് ഉണ്ടോ, നന്നായി വെന്ത് വന്നിട്ടോ. നമുക്ക് ഒന്ന് ചെറുതായിട്ട് ഞാനിവിടെ ഒന്ന് ഉടയ്ക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഒന്ന് ചെറുതായി ഉടയ്ക്കുമ്പോൾ ഒന്ന് ടേസ്റ്റ് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉടച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ എല്ലാം ഒന്ന് ചെറുതായി ഒന്ന് ഉടയ്ക്കും. അപ്പോൾ വെള്ളം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലധികം വെള്ളമൊന്നും വേണ്ട. പക്ഷെ വേണമെങ്കിൽ വെള്ളം കൂടുതലാക്കാണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണ് ഈ കറി വരേണ്ടത്. അധികം വെള്ളം ആവില്ല. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ ഉടച്ച് ക്ലിയറായി. ഇതുകൊണ്ട് നമുക്ക് ശരിയായിട്ടുണ്ട്. ഞാനിത് വാങ്ങി വയ്ക്കുകയാണ്. എന്നിട്ടിത് വറവിടണം കേട്ടോ. അപ്പോൾ നമുക്ക് വറവിടാൻ നോക്കാം. ഞാൻ ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. 2 വറ്റൽമുളക്, ഒരു തണ്ട് കറിവേപ്പില, അപ്പോൾ നമ്മുടെ വറവ് ഇവിടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കറിക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കറിയൊക്കെ ഇവിടെ ശരിയായി. ഞാൻ ഈ കറി കാലായ ഉടനെ വാങ്ങുമ്പോൾ ഞാൻ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതണം. എന്നാൽ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.